ഹജ്ജ് ലക്ഷ്യമിട്ട് ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്നെത്തിയ തീർത്ഥാടകർ ഇന്ന് അറഫയിൽ സംഗമിച്ച് ഹജ്ജ് നിർവഹിച്ചു. ഇന്ത്യയിൽ നിന്നടക്കം മൊത്തം 20 ലക്ഷത്തിലധികം പേരാണ് വിശാലമായ അറഫ മൈതാനിയിൽ സംഗമിച്ചത്. അറഫ സംഗമത്തിൽ പങ്കെടുത്തവരുടെ കൃത്യമായ കണക്ക് അധികൃതർ പിന്നീട് ഔദ്യോഗികമായി അറിയിക്കും. ആദിമപിതാവും മാതാവുമായ ആദവും ഹവ്വയും തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വിശ്വസിക്കുന്ന അറഫയിൽ ഹാജിമാർ സംഗമിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അറഫ മൈതാനം ഇഹ്റാം വേഷധാരികളായ വിശ്വാസികളുടെ പാൽക്കടലായി മാറുകയായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അന്ത്യനാൾക്ക് തൊട്ട് മുമ്പ് നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തെ അനുസ്മരിക്കുന്ന പ്രഭാഷണത്തിന് മക്കയിലെ ഹറം ഇമാമും പ്രഭാഷകനുമായ ഷെയ്ഖ് മഹർ അൽ മുഹൈക്കിരി നേതൃത്വം നൽകി. ഹജ്ജ് കർമ്മത്തിനായി പുണ്യഭൂമിയിലെത്തിയ മുഴുവൻ പേരെയും അറഫയിൽ എത്തിച്ചിരുന്നു. ഇന്ത്യൻ ഹാജിമാരെയും കൃത്യസമയത്ത് തന്നെ ഇന്ത്യൻ ഹജ്ജ് മിഷനും മുത്തവഫുമാരും അറഫയിലെത്തിച്ചു. അറഫ അതിർത്തിയിലുള്ള നമ്ര പള്ളിയിൽ നടന്ന കുതുബ പ്രഭാഷണത്തിനും നിസ്കാരത്തിനും ശേഷം അറഫയിൽ പ്രവേശിച്ച ഹാജിമാർ പ്രാർത്ഥനകളുമായി സൂര്യാസ്തമയം വരെ അറഫയിൽ തങ്ങും. സൂര്യാസ്തമയത്തോടെ മുസ്ദലിഫയിലേക്ക് പോയി നാളെ പ്രഭാതം മുതൽ മിനായിൽ പിശാചിന്റെ പ്രതീകത്തിന് നേരെ എറിയുവാനുള്ള ചെറുകല്ലുകൾ ശേഖരിച്ച് മുസ്ദലിഫയിൽ രാപ്പാർക്കും. ജാഫർ അലി, പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.